ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സാറിനെ എങ്ങനെ ചോദ്യം ചെയ്താലും പ്രിയങ്കയെ കൊന്നത് ഞങ്ങളല്ല. ഇവൻ ഇത്ര ഉറപ്പിച്ച് പറയുന്നത് കൊണ്ട് ഇവനങ്ങ് വിട്ടേക്കല്ലേ? ശബ്ദം ഉയർത്തി പറഞ്ഞ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നെഞ്ചിൽ കൈവച്ച് നമുക്ക് പറയാൻ പറ്റുമോ അമ്മേ? മരിച്ചുപോയ പ്രിയങ്ക ചാകാൻ മാത്രമുള്ള തെറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്തായാലും ഇതിനകത്ത് നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും നാണക്കേട് ഉണ്ടാക്കുന്നതാ. അതിനൊരു ശിക്ഷ അനിവാര്യമായിരുന്നു. അങ്ങനെ അങ്ങ് കൂട്ടിയാ മതി. അത് അച്ഛൻ പറഞ്ഞത് കാര്യോ? നമുക്കും ഉണ്ടല്ലോ കുടുംബക്ഷേത്രവും ദൈവവും ഒക്കെ. നടന്നത് നേരായ കാര്യമായിരുന്നെങ്കിൽ അവര് തടയില്ലായിരുന്നോ ഇതൊക്കെ? കൽപ്പന, സത്യം ജയിക്കണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ടാ അച്ഛൻ വരുണിന്റെ കാര്യത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നത്. പക്ഷെ താനത് ഏറ്റുപിടിക്കാൻ നിൽക്കണ്ട. അതിനുള്ള ക്വാളിറ്റി ഉണ്ടെന്ന് ആദ്യം സ്വയം ഒന്ന് പരിശോധിച്ച് നോക്ക്. ഓ അയ്യോ, ഞാനൊന്നും മിണ്ടുന്നില്ലേ? മിണ്ടിക്കഴിഞ്ഞാ ഇനി വരുണിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് പോലും എന്റെ കുഴപ്പം കൊണ്ടാണെന്ന് പറയും. അമ്മേ, മുത്തശ്ശി, വരുണിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അഡ്വക്കേറ്റിനെ കാണാനും അവന് ജാമ്യം എടുക്കാനും എനിക്കറിയാം. എന്റെ അനിയനെ എനിക്കങ്ങനെ ഒറ്റ വാഗം കൊണ്ട് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പോയിട്ട് വരാം. നീ എങ്ങോട്ടാ പോകുന്നത്? ഏത് അഡ്വക്കേറ്റിനെ കാണാനാ? അതൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷെ കണ്ടല്ലേ പറ്റൂ. നീ ഒരിടത്തും പോകണ്ട. വരുണിന്റെ കാര്യം നോക്കാൻ ഞാനുണ്ട്. എനിക്ക് പരിചയമുള്ളൊരു അഡ്വക്കേറ്റ് ഉണ്ട്. ഞാൻ അയാളെ കാണാം. ജാമ്യം കിട്ടാനുള്ള ഏർപ്പാടുകളും ചെയ്യാം. ഏട്ടത്തി പേടിക്കണ്ട. ചെയ്യാത്ത കുറ്റം ആരും വരുണിന്റെ തലയിൽ വെച്ച് കെട്ടില്ല. പോലീസുകാർ അങ്ങനെ വാശി പിടിക്കുകയാണെങ്കിൽ അവരെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. അമ്മേ, മുത്തശ്ശി, ഇപ്പൊ എടുത്ത നിലപാടിന്റെ പേരിൽ അച്ഛൻ പിന്നെ വേദനിക്കും. നമുക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടവനവൻ. അവന്റെ മനസ്സ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിലേ അത് വലിയൊരു തെറ്റാണമ്മേ. അതെല്ലാരും ഒന്ന് ഓർത്താ മതി. ആര് പോയാലും പോയില്ലെങ്കിലും എന്റെ മോന് ദൈവം ഒന്നും വരുത്തത്തില്ല. ഏട്ടത്തി, ഇതിപ്പോ ഏട്ടൻ പറയുന്നതാണോ കേൾക്കേണ്ടത്, അതോ വരുണിന് വേണ്ടി എന്തെങ്കിലും പറയുകയാണോ വേണ്ടത്? എനിക്കൊന്നും അറിയില്ല. അച്ഛന്റെ സ്ഥാനത്തെ ഏട്ടനെ ഞാനും ചന്ദ്രേട്ടനും കണ്ടിട്ടുള്ളൂ. നമുക്ക് ഏട്ടന്റെ കൂടെ നിൽക്കാനേ പറ്റൂ. വാ. അവൻ നമ്മുടെ മോന്. എന്ത് തെറ്റു വന്നാലും നമ്മൾ പൊറുക്കേണ്ടവരെ. പോലീസുകാരവനെ കൊണ്ടുപോയി തല്ലോ മറ്റോ ചെയ്യൂ. തല്ലും കൊല്ലൊന്നും ചെയ്യില്ല. മനസ്സിനേൽപ്പിച്ച ആഘാതം ചെറുതൊന്നുമല്ല. കൊലപാതകയുടെ അച്ഛനാവാനും യോഗം ഉണ്ടായിരിക്കും. ഇറങ്ങിക്കൊണ്ടുവാ. ഓക്കെ സർ, ഇറങ്ങടി. വാടി ഇങ്ങോട്ട്. നടക്ക്.
സാർ ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ദേ, സംശയത്തിന്റെ പേര് ചോദ്യം ചെയ്യാനാണെങ്കിൽ പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു തരാം. രാധിക പറഞ്ഞേക്കണം സാർ. എന്റെ മേലധികാരിയായിട്ട് നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവെന്തെങ്കിലും ഇന്നലെ കണിമംഗലത്ത് എത്തിയിരുന്നോ? ഇല്ലെങ്കിൽ എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ മാത്രം മതി. നീ ഇങ്ങോട്ട് കൽപ്പിക്കണ്ട. കൊന്നത് നിങ്ങളാണെന്ന് സാഹചര്യ തെളിവുകളിൽ നിന്ന് വ്യക്തമാണ്. കൊന്നു മാത്രമല്ല, 2 കുടുംബങ്ങൾ അറിയാതെ ശവസംസ്കാരം നടത്തിയത് അതിവിചിത്രമാണ്. കൊല്ലാനുള്ള കാരണം വ്യക്തമാണ്. നിങ്ങൾ തമ്മിൽ പ്രണയമാണ്. ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി പ്രിയങ്കയെ ഒഴിവാക്കേണ്ടത് നിങ്ങൾക്ക് അത്യാവശ്യമായിരുന്നു. ഇല്ല സർ, അവളെ ദ്രോഹിക്കുന്ന ഒരു കാര്യം ഞങ്ങൾ ചെയ്തിട്ട് പോലുമില്ല. നിനക്ക് എവനെ ഇഷ്ടമാണോ? നിനക്ക് ഇവളെ ഇഷ്ടമാണോ? അതെ സാർ. സ്വന്തം ഭാര്യയുടെ ചേച്ചിയെ പ്രണയിക്കുന്ന ഒരുത്തൻ, അതിന്റെ പേരിൽ അനിയത്തിയെ ചതിക്കുന്ന ഒരുത്തി. സാർ, പ്രിയങ്ക എന്റെ ഭാര്യയായത് അന്ന് വിവാഹത്തിന് നടന്ന ഒരു... മതി മതി മതിയേ. വിവാഹത്തിനും വിവാഹത്തിന്റെ തലേന്ന് നടന്ന കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് വിളമ്പണ്ട. നിയമപരമായി പ്രിയങ്ക നിന്റെ ഭാര്യയാണ്. ആ ഭാര്യയെ നീ വഞ്ചിച്ചു, ദ്രോഹിച്ചു, മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു. അതിനുവേണ്ട സകല തെളിവുകളും ഞങ്ങളുടെ കൈവശമുണ്ട്. അതവിടെ നിൽക്കട്ടെ, അവരാരായിരുന്നു? ഈ കൃത്യത്തിന് വേണ്ടി അവരെ ചുമതലപ്പെടുത്തിയത് ആരായിരുന്നു? നീയായിരുന്നു. സാർ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. കണിമംഗലം വീട്ടിന്റെ അകത്തുറങ്ങിക്കിടന്നിരുന്ന പ്രിയങ്കയെ പുറത്തേക്ക് എടുത്തുകൊണ്ടുപോയ ആളുകളെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അത് നിന്റെ ഏർപ്പാടായിരുന്നു, അതോ അത് ഏർപ്പാടാക്കാൻ വേണ്ടി വേറെ ആരെങ്കിലും നീ ഏൽപ്പിച്ചോ? സാർ എന്ത് ഭ്രാന്തായി പറയുന്നേ? ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരു കാര്യം എന്റെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കാണോ സാർ? ദേ, സാറിനെ എങ്ങനെ ചോദ്യം ചെയ്താലും പ്രിയങ്കയെ കൊന്നത് ഞങ്ങളല്ല. ഇവൻ ഇത്ര ഉറപ്പിച്ച് പറയുന്നത് കൊണ്ട് ഇവനങ്ങ് വിട്ടേക്കല്ലേ? ശബ്ദം ഉയർത്തി പറഞ്ഞ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. നീ പറഞ്ഞില്ലേ വെറുമൊരു സംശയത്തിന്റെ പേരില നിന്നെ ഇവിടെ ഞാൻ ഇവിടെ കൊണ്ടുവന്നു? സംശയമല്ല, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാ.